അണ്ണനെ കൊണ്ട് പറ്റൂല്ലെങ്കിൽ വേണ്ടതാ. സവാള നമ്മൾ അരിഞ്ഞോളാം. സവാള അരിഞ്ഞപ്പോ കണ്ണു അറിഞ്ഞല്ല. പിന്നെ തുറന്നു പറ. 5 വർഷം ഞാൻ പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം ഒന്ന് നടക്കാൻ പോകുന്നത് എങ്ങനെ നെഞ്ച് കറങ്ങാതിരിക്കൂടാ? ആശാന പെണ്ണിനെ ഇത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചെങ്കിൽ ഒരു പ്രാവശ്യം തുറന്നു പറയാൻ പാടില്ല പെണ്ണിനോട്. ഇത് ഞാൻ എങ്ങനെ പറയും? എനിക്ക് പേടിയാണ് ആ പെണ്ണിനെ കാണുമ്പോ. എന്റെ ആശാനെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കരുത്. ഈ കോഴിക്കോട് മുട്ടായി തെരുവില് ജബ്ബാർ എന്ന് പറഞ്ഞ കുണ്ടയെ ഒരൊറ്റ വെട്ടിൽ 2 തുണ്ടാക്കിയത് ആരാ? ഞാനോ? ചങ്ങനാശ്ശേരി ചന്തയ്ക്ക് കത്തിട്ട് മാർസിന് ഒറ്റ വെട്ടിന് കുത്തി വളർത്തിയതാരാ? ഞാനോ? കുണ്ടാബാബുവിന്റെ കണ്ണി മുളക് പിടി തുള്ളിയിട്ട് തല്ലിക്കൊന്നതാരാ? ഞാനോ? 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 ഈ ഞാനാന്ന് പറയാ ആ ധൈര്യം കാണിക്കാൻ ആശാനെ. ആ പെണ്ണിന്റെ അടുക്ക ചെന്ന് പറയാ ആശാനെ, ആശാന് ഇഷ്ടമാണെന്ന്. ഞാൻ എങ്ങനെ പറയും? ആ പെണ്ണെന്ന് പറയുന്ന ആരാ? എന്റെ ഇളറി വെളുത്ത ഈ കയ്യിലേക്ക് ഒരു ആയുധം എടുത്ത് തന്നെ ചെന്നെ കുണ്ടാപ്പൊടി പഠിപ്പിച്ച എന്റെ ആശാന്റെ മകളാണ് അത്. ഞാൻ എങ്ങനെ എന്റെ പ്രേമം തുറന്ന് പറയും? നിങ്ങളൊന്ന് പറ. അറിയാമോ, 5 വർഷമായിട്ട് താലിമാലയും കൊണ്ട് നടക്കുക കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ വേണ്ടിടാ. ആശാൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ആശാൻ ഇഷ്ടമാണെങ്കിൽ ആ പെണ്ണിനെ ഞങ്ങൾ തട്ടിക്കൊണ്ടുവരും. അപ്പൊ ഇന്ന് രാത്രി ആശാന്റെ കല്യാണം. അഥവാ ഈ സാധനം ഒന്നും ഏറ്റില്ലെങ്കിൽ കല്യാണം മുടക്കാൻ വേണ്ടി ചെറിയ പണി ഞാൻ ചെയ്തിട്ടുണ്ട്. പെണ്ണു അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ട്. ആശ നമ്മളെ കൂടെ നിന്ന് കറങ്ങാതാ. ചെന്ന് ഇഷ്ടമാണെന്ന് ഇപ്പം പറഞ്ഞ കാര്യം നടക്കണം. ഞാനോ? ചെന്ന് പറ. വരുന്നുണ്ട് ചെല്ലി. കുറച്ചേക്ക് കല്യാണം നടക്കേണ്ടതാണോ? പിന്നെ എന്തിനാണ് അവിടെ പേക്കൂത്ത് കാണിക്കുന്നത്? പേക്കൂത്തല്ല മാമ, പിന്നെ നാളെ ഒരു കല്യാണം നടക്കുന്ന വീടാണോ ഇത്? അപ്പൊ രാവിലെ ഒരു വെൽക്കം ഡാൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതായിരുന്നു രവി എത്തിയല്ലേ നമ്മുടെ കളി. മാമ, ഈ കൊലക്ക് 500 രൂപയെന്ന്. 500 രൂപ? സത്യം പറഞ്ഞാൽ എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഈ കൊലക്ക് വരെ കൊലപാതകം നടന്നാൽ. എടാ, നീ മുണ്ടെടുക്കാതാണ് സാധനം വാങ്ങിക്കാൻ പോയത്. എവിടെ? അയ്യോ, എന്റെ മുണ്ട് ഉണ്ടായിരുന്ന വഹിച്ചിടാ അങ്ങോട്ട്. കല്യാണം നടക്കുന്ന വീടല്ലേ? ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാ. കൊച്ചു കുറെ നേരം കൊണ്ട് കിടന്ന് കരയാണ്. കല്യാണം വേണ്ട കല്യാണം വേണ്ടെന്നും പറഞ്ഞോണ്ട്. കല്യാണം വേണ്ടെന്നോ? നിങ്ങൾ അതിനെ വിളിച്ചൊന്ന് സമാധാനിപ്പിച്ചേ. അതിന്റെ പരിപാടി കല്യാണം വേണ്ടെന്ന് പറയാം. ചെറിയൊരു സ്കോപ്പ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആശാനും ഞാനും അവളും തമ്മിലുള്ള പ്രേമം ആശാൻ അറിഞ്ഞിട്ടുണ്ട്. പെണ്ണിനും അറിയാമോന്ന് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് എനിക്കാറും എനിക്ക് കെട്ടിച്ചേരാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാരും ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ തന്നെ. അച്ഛ, എനിക്ക് കല്യാണം വേണ്ട അച്ഛാ. അച്ഛൻ ഇച്ചിരി മനസാക്ഷി ഉണ്ട് അച്ഛാ. എന്റെ മനസ്സാണ് ഈ ആക്രക്കട കൊണ്ട് വെറ്റ് ചെയ്യാൻ. ചീന കോമ അടിക്കലേ. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചിട്ട് ആളാ ചോദിക്കുന്നത്. അച്ഛൻ സ്കൂളിന്റെ വരാന്ത പോലെ കേറിയിട്ടില്ലാത്തൊരു പയ്യനെ കൊണ്ടാണ് എന്റെ കല്യാണം കഴിപ്പിക്കുന്നത്. പറയുന്ന വർത്താനം കേട്ടോ. സ്കൂളിന്റെ വരാന്താ പയ്യൻ കേറിയിട്ടില്ലെന്ന്. എന്റെ പൊന്നുമളെ, കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് അവനും അവന്റെ വീട്ടുകാരും ആ സ്കൂൾ വരാന്ത 4 മാസമാണ് കിടന്നത്. പിന്നെ അവസാനം ഇറങ്ങി പോയിട്ട് ജലപെരുകി കടിച്ചു ഓടിക്കായിരുന്നു അമ്മാരെ. അച്ഛാ, കോമഡി അടിക്കല അച്ഛാ. ഈ കാര്യം വെച്ചാ പറഞ്ഞത്. എനിക്ക് കല്യാണം വേണ്ട അച്ഛാ. പൊന്നുമോളെ, നീ അല്ലേ കെട്ടുന്നത്. അവൻ നന്നായിട്ട് പഠിച്ചോളും. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഇങ്ങോട്ട് വാ. മാമാ കൊച്ചു. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാര് വരും. ആഹാരം കൊടുക്കണം. ഇലയൊക്കെ തുടച്ചു വെച്ചാ. ഇല മാമൻ തുടച്ചില്ലേ? നീ അല്ലേ പറഞ്ഞ ആരൊക്കെ സഹായിക്കാൻ വരും ഇവിടെ എല്ലാം ഉണ്ടാക്കുമെന്ന്. നമ്മുടെ പിള്ളേർ അമ്മാര് സബാട്ടിയേ. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്താ പ്രശ്നം? ആശാൻ എന്താ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ എന്താ ആശാന് വേണ്ടി ചെയ്യേണ്ടത്? ഇപ്പൊ ചെയ്യേണ്ട മറ്റൊന്നുമല്ല, ആ ഇല ഒന്ന് തുടച്ചു വെച്ചാ. വാടാ പിള്ളേരെ, ഇല തുടയ്ക്കാണോ? ആശാന് ഞങ്ങൾക്ക് ഇല തുടയ്ക്കാനൊന്നും അറിയത്തൊന്നുമില്ല. ആശാൻ ഓർത്താനേ പറയുന്നത്. ഞാനൊരു കൊട്ടേഷന് പോയ സമയത്ത് ഒരു ബണ്ണ് മോട്ടിച്ചിട്ട് ഒരു കൊച്ചു പയ്യൻ നാട്ടുകാർക്ക് ഓടിക്കുക. അവന്റെ പുറകെ ഒരു ജനാവന തന്നെ ഉണ്ട്. ഓടി വന്നവന്റെ കാൽക്ക് വന്ന് വീണ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ ചെറുപ്പത്തിൽ ഞാൻ കഷാരി ഊരി അവന്റെ കൈ കൊടുത്തു. ഓമോനെന്ന് പറഞ്ഞ് അതാ സബാട്ടി. നീ
പായും സൂര്യനെ സത്യം കാത്തിടാൻ. മോനെ സപാട്ടി, മോനെ സപാട്ടി, പറ്റില്ലടാ നിനക്ക്, പറ്റില്ല മോനെ. എത്തുവാ ഇലക്കെടുത്ത് ഞാൻ വെട്ടി നശിപ്പിക്കുവാ. വിട്ട് പെട്ടെന്ന് ഇല വെട്ട്. ആശം വരുന്നതിന് ഇല വെട്ട്. ഇതാര് പറഞ്ഞതാരാ? എന്റെ കൈ കിട്ടാൻ ഞാൻ അവന്റെ കഴുത്ത് ഞാൻ എടുക്കും. ഇല്ല വിഷയമില്ല, നിങ്ങൾ വിഷമിക്കണ്ട, ഈ കല്യാണം നടക്കും. ഞാനാ പറയുന്നത്. ഞാൻ വിളിക്കാം. മോനെ സപാട്ടി, എന്നാ ആശാനെ? മോനെ ചെറിയൊരു പ്രശ്നമുണ്ടാ. എനിക്കറിയാം ആശാൻ ഇങ്ങനെയൊക്കെ വരും. എന്നെ സംഭവം എന്നാ ആശാൻ എന്നോട് പറ. അതെ എന്റെ മകളെ കല്യാണം കഴിക്കുന്നതിന് വീട്ടില് ആരോ വിളിച്ച അസഭ്യം പറഞ്ഞിരിക്കുന്നു. അവൻ ആരായാലും അവന്റെ കഴുത്തരിഞ്ഞോട് കൊണ്ടുവരണം. അവന്റെ കഴുത്തിൽ അരിയല്ലേ? നമ്മളെ പെഗത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. വെട്ടി അരിയണോനാ. എന്നാ ഒരു കാര്യം, നീ എല്ലാം കൂടെ ചേർത്ത് എന്നെ വെട്ടിപ്പിട്ടാക്കി തിന്ന്. എന്നാ തിരിയും? എടാ ഈ പണി ഒപ്പിച്ച് വെച്ച് ഞാൻ ആ ചെറുക്കന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞേച്ച് ഇവള് പലരുടെയും കൂടെ പോയിട്ടുണ്ട്. 3 എസ്റ്റേറ്റ് ഇട്ട് ഇവളെ പിടിച്ചിട്ടുണ്ട്. ഇവള് മഹാ 6 പേരുടെ പെണ്ണാന്ന് ഞാനാ വിളിച്ചു പറഞ്ഞത്. പിന്നെ എന്തിനാ ആശാൻ ഈ അഴുക്കപ്പെടുന്ന ആശ കെട്ടണത്? ഒറ്റ വെട്ട് ഞാൻ കണ്ണാണ്ടല്ലോ. ഞാൻ കല്യാണം മുടക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. അങ്ങനെ ബുദ്ധി ആ കാര്യം പറഞ്ഞത്. അതെ, ഇവിടെ നിൽക്കണോ ആരമ്പൊക്കെ? ഞാൻ ആരെ പോകാൻ? നിങ്ങൾ ആരെയും ബുക്ക് ഒന്നുകൂടെ ഞാൻ എന്നെ പൊക്കുന്ന കാര്യമാണോ മനുഷ്യ പറഞ്ഞൊക്കെയും? മോനെ സപാട്ടി, എന്നാ ആശാനെ? പറയട്ടെ, ആശാന് ചെറിയൊരു ഉപകാരം ചെയ്യണം. എന്നാ ആശാനെ? ഹാരവും ബൊക്കെ അവിടെ ഉണ്ടെന്ന് വാങ്ങിക്കൊണ്ട് വരണം. ഞാനോ? ഈ ഇരുട്ടത്ത് ഞാൻ പോയി മേടിക്കണോ? ആദ്യം വേറെ വല്ല പണി നോക്ക്. ഓടുന്നുള്ളൂ. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇരുട്ട് പേടിയെന്നുള്ള കാര്യം അച്ഛൻ അറിയാൻ പാടില്ലേ. ചെറിയിൽ കൂടി വരുവാൻ ഞാൻ ഒരു പണ്ട് ചുമന്നിട്ട് കട്ടെടുത്ത് എന്റെ പയ്യൻ ഓടി വന്ന് എന്റെ കാലിൽ വന്ന് വീണു. കടാരി ഊരി കൊടുത്ത് ഞാൻ പാട്ടി. ആർക്കും തോൽക്കാതെ സൂര്യനെ സത്യം നിനക്ക് പറ്റില്ലല്ലോ മോനെ. ഇരുട്ടത്ത് തന്നെ ആന വന്ന് കുത്തിന്ന് പറഞ്ഞാൽ നീ കുഴപ്പമില്ല. ഞാൻ പോയി ഹാരം ഒക്കെ മേടിച്ചോ. നിങ്ങളെ കൂടെ പോലും ഇടവൻ നിങ്ങൾ ഇവിടെ പണികളൊക്കെ ചെയ്യും. അതല്ലേ പറഞ്ഞത്. വാ സപാട്ടി പോയിട്ട് വാ. ഞാൻ പോണോ? പോണം. എന്നാ ശരി. നിങ്ങൾ പണിയാ ഇവിടെ ബാക്കി കാര്യങ്ങൾ നോക്ക്. കുറേ കെട്ടിക്കറി അങ്ങ് പോകും ഇങ്ങോട്ടോ. ഞാൻ പച്ചറുണ്ട് എല്ലാത്തിനും ഇങ്ങോട്ടാ. സംഭവം ഒരു കാര്യം ഞാൻ പറയാം. ആശാന്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ കൊണ്ട് നടക്കൂല. ഇവിടെയാണ് നമ്മുടെ ശിഷ്യമ്മയുടെ കർത്തവ്യം നിറവേറ്റണോ. അതാണ് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആശാൻ കടയിൽ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെണ്ണിനെ പൊക്കിക്കൊണ്ട് പോയി ആശാന്റെ കൈ കൊണ്ട് കൊടുക്കാം. ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ആക്കട്ടെ. ഞാൻ ചാക്കെടുക്കാം. അപ്പൊ ഞാൻ മൈക്ക് ഷട്ടി. അപ്പൊ ഇന്ന് ആശാന്റെ കല്യാണം. കണ്ടില്ലേ അയ്യോ കണ്ടില്ലേ ആ പാട്ട് അങ്ങനല്ല. കണ്ടില്ലേ പെണ്ണിൻ സൈന്യം കണ്ടില്ലേ കാമം കൊച്ചിന്റെ മാല കണ്ടില്ലെന്നാ ഞാൻ പറഞ്ഞത്. മാല സ്വർണ്ണമാല ഇപ്പൊ ഇടാനുള്ള സ്വർണ്ണമാല കണ്ടില്ലെന്ന്. അത് ആരെടുത്തോണ്ട് പോയി? ഞാൻ കണ്ടെങ്കിൽ അയ്യോ വെള്ളനെ കാലിൽ തല്ലി പിടിച്ച തലയും വെട്ടി എടുത്ത കാശ് കൊണ്ട് ഉണ്ടാക്കിയ കല്യാണമാണ്. ആ മാല ആരാണ് അങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റിയ ആരും ഇവിടെ വന്നില്ലല്ലോ. എന്റെ മാമ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ട മാമ. മാല നോക്ക് മനുഷ്യ. മാലയില്ല അയ്യോ മാലയില്ല. കുഴപ്പം ഒപ്പിച്ചെന്നാ തോന്നുന്നത്. എന്നാ ആശാന എന്നാ വിഷയം എന്നാ? അയ്യോ മാലയില്ല. അതിലിങ്ങനെ നടന്ന് ചാകാൻ വേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഈ മാല കൊണ്ട് തൽക്കാലം ഇപ്പം ഒപ്പിക്കും. ഇതുപോലെ അത് ശരി. അപ്പൊ നീയാണ് ഇപ്പൊ മാല എടുത്തോണ്ട് പോയതല്ലേ? ഇപ്പൊ ഇറങ്ങണ ഞാൻ പറഞ്ഞേക്കാം. എന്റെ കൊച്ചിന് മാല എടുത്തോണ്ട് പോയിരിക്കുന്നു. നേടെ കിട്ടി ഇതല്ലേ? മാമൻ പാചകം പിടിച്ചെന്തല്ലേ? ചെലവൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല. നാളെ ചെലവ് ചെയ്യാം. ഒരു മാല കിട്ടിയിരിക്കും. എവിടെ നിന്ന്? ഇവിടെ അടുക്കള ഭാഗത്ത്. മരുമോനെ മാല ഉണ്ട് ഇവ എടുത്ത് വെച്ചിരിക്കണ്. ഇത് കളഞ്ഞു കിട്ടിയ മാലയെന്ന്. കളഞ്ഞു കിട്ടിയ കിട്ടിയാണോ? നീ കട്ടെടുത്താണോ? പാചകത്തിൽ വന്നാണോ? നീ അടുക്കളയുടെ ഭാഗത്ത് കിട്ടിയതാണ്. കല്യാണം കഴിഞ്ഞ അന്ന് നിന്റെ തലയും എടുക്കും. പോയി ജോലി പാവം വെറുതെ അവനെ അടിച്ച് സപാട്ടി ഞാൻ വെറുതെ അതോ കൊണ്ടുപോ. അവനെ പോകല്ലേ സപാട്ടി? വീട്ടിൽ പോവാ.
ബണ്ണും കട്ടുകൊണ്ട് പോയപ്പോൾ നാട്ടുകാർ ടോടിച്ചപ്പോൾ എന്റെ ആശാന്റെ ബണ്ണ് എടുത്തോ, സംഭവം എടുത്തോ. എന്നാ രസം എന്റെ അക്കനും സാധനം കൊണ്ടുപോടാ. അല്ല, ഞാനിങ്ങനെ പറയുമായിരുന്നു നമ്മുടെ ആശാന്റെ മോടെ കല്യാണമല്ലേ, എന്തെങ്കിലും സാധനം കൊണ്ടുപോകണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഉള്ളിലൊരു കത്തറ കത്തി. അയ്യോ, അതിന്റെ ചൂട് എനിക്ക് കിട്ടിയായിരുന്നു. ഒരു കാര്യം ചെയ്യ്, ആശാൻ ഇവിടെ നിൽക്ക്, ആശാന്റെ കല്യാണം നടക്കട്ടെ. ഞാൻ നാട്ടിനി ഒരു തടസ്സം ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് പോവാ. എന്റെ മുന്നിലൂടെ കാണണം. ഒരു കുഴപ്പമില്ല, ആശാൻ കല്യാണം നടത്തിക്കോ. പോലെ മോളെ ആ ഒരുങ്ങി വന്നേ. എന്താ അച്ഛാ? എന്നാ താലിമാല സൂക്ഷിച്ചു വെക്ക്. എന്റെ പൊന്നുമോനെ ഇത് കളയല്ലടാ. കേറ നടക്കട. അയ്യോ ദാ. കൊണ്ടു ഇതങ്ങ് വരുന്നില്ലേ എവിടെ പോയി? പെണ്ണിനെ പൊക്കി നമ്മൾ കൊണ്ടുപോയി. ഒറ്റ ഇടി അങ്ങ് കൊന്നോ. നീ കൊന്നോളാം. നീ എന്നെ പറയാ പെണ്ണിനെ പൊക്കി പൊക്കി കൊണ്ട് നമ്മൾ കാട്ടിനകത്തോണ്ടിട്ട് എടാ, നിന്റെ ഒക്കെ തലയ്ക്ക് പ്രാന്താണോ? എടാ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കല്യാണ പെണ്ണ് ഇവിടെ നിൽക്കുന്ന എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്ന വേറെ ആരോ ആണ്. നീ അതും പറഞ്ഞോണ്ടിരിക്കുന്നത്. ആദ്യം അതിനെ പോയി കെട്ടഴിച്ചു വിടാ. പോടാ, ഇങ്ങോട്ട് വാടാ. അമ്മ അവരെ സമയം കൊടുക്കഴിഞ്ഞാൽ കല്യാണം ചെറുക്കനും കൂട്ടരും എത്തി. അവരെ സീരിക്കുള്ള ഏർപ്പാട് ചെയ്യണം. അമ്മരെ പിള്ളേരവിടെ ഇന്ന ദിവസം ചെറുക്കനെ നീയാ സ്വീകരിക്കേണ്ടത്. ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അവനെ സ്വീകരിക്കണം, മാല കൊടുക്കണം, ബൊക്ക കൊടുക്കണം. പിടി പനിനീര് തടി. ചെറുക്കനും കൂട്ടനും വരുന്ന ഞാൻ ചെന്ന് പനിനീര് കളിക്കും. ഞാനാണ് ആനയാണ്. എന്റെ ആശാനെ പേടിക്കണ്ട. ഈ പനന്തിന് കുപ്പിക്കകത്തെ ഞാൻ ചാരായ ഒഴിച്ചിട്ടുണ്ട്. ചെറുക്കൻ വരുമ്പോ ആശാൻ നല്ലോണം തളിച്ചാ മതി. അപ്പൊ ചാരായത്തിന്റെ ഗ്യാസ് അടിക്കും. അപ്പൊ ഇവൻ ഫുൾ ടൈം വെള്ളമാണെന്ന് പറഞ്ഞ് ആ കല്യാണം നമുക്ക് മുടക്കാം. സാധനം തന്നെ കേട്ടോ. എന്നിട്ടോ അടങ്ങിയില്ലെങ്കിൽ കയ്യോ കാലോ വെട്ടിയാ എടുക്കും. അത്രേ ഉള്ളൂ. ആശാന് വേണ്ടി അങ്ങനെ എനിക്ക് ചെയ്യാം. ചെറുക്കനെ കൂട്ടി വിടുന്നുണ്ട്. നീ തളിച്ചോണം. ആശാനെ ആടെ ചെറുക്കനെ കൂട്ടി വിടുന്നുണ്ട്. ചെറുക്കനെ കൂട്ടം വന്നു. നിങ്ങൾ രണ്ടൊരു മാത്രമേ ഉള്ള. അതെ, വന്ന വഴിയിൽ എപ്പോഴും ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ ഭാഗ്യത്തിന് ഇവിടം വരെ എത്താൻ പറ്റി. അവരൊക്കെ വരുന്നത് നോക്കണ്ട, മുഹൂർത്തം പോവല്ലേ, സമയം കഴിഞ്ഞു പോവാ. കല്യാണം പെട്ടെന്ന് നടത്താം. പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ നോക്കിയോ. അയ്യോ, നിന്നോട് ഞാൻ പറഞ്ഞാടാ വരരുന്ന്. നീ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത്. ഇവിടെ എങ്ങാനും നിന്ന് നീ പെണ്ണിനെ കെട്ടിയാ നിന്റെ കൊടലുമാല ഞാൻ വെളിയിലെടുത്തിട്ട് ഞാൻ പട്ടി കിട്ടി ഞാൻ കൊടുക്കും. എന്റെ പൊളി ഞങ്ങൾ പറഞ്ഞാൽ മാത്രം നീ കേട്ടോ. വരുന്നുണ്ട്. പെണ്ണ് വന്ന സ്ഥിതിക്ക് മുഹൂർത്താവാറായി. പെട്ടെന്ന് കല്യാണം നടക്കാം. മോനെ പയ്യനും കൊണ്ട് പയ്യൻ അനുഗ്രഹിച്ചിരിക്കുന്നു. നന്നായി വാ. എഴുന്നേറ്റ് കെട്ടി താലിമാലെടുത്തോ. എന്നെ മണോ ഇവനെയൊക്കെ. ചാരായം ഭയങ്കര എന്തൊരു മനുഷ്യനാ ഇവൻ. ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി വന്നാൽ കിടക്കുന്ന അടിച്ചു മൂത്ത് കിടക്കുകയോ. അല്ല പയ്യനും നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണോ ഇത്? എന്റെ രവി, ഈ കല്യാണ ദിവസം ചെറുക്ക ഇങ്ങനെയാണെങ്കിൽ നമ്മളെ മോള് ജീവിതം എന്തിനായിരിക്കും മരണം വരെ. മതി ഇതും വെറു സാധനമല്ലോ, കൂതറ. ഒരു കതിർമണ്ഡപത്തിൽ ഒരു പെണ്ണിനെ കെട്ടാൻ വന്നൊരു വരനാണ് ഇവൻ. മറ്റേ കുളിച്ചോട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? മുഹൂർത്തം കഴിയാറ് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി കെട്ടാൻ പോകുന്ന പയ്യൻ കിടക്കുന്നുണ്ടല്ലേ. ഞാൻ എന്ത് ചെയ്യും മാമ? എന്തെങ്കിലും മാർഗം ചെയ്തേ. സവാട്ടി മോനെ. അച്ഛൻ പറ. ആശാൻ ഒരു കാര്യം പറഞ്ഞ എന്റെ മോൻ കേൾക്കുവോ? ഈ സമയത്ത് ഞാനല്ലാതെ ആശാൻ പിന്നെ വേറെ ആരോ ഉള്ളത്? ആശാൻ ആകെ പ്രതീക്ഷ എന്റെ മോനില്ല. മോന്റെ വാക്കാ ആശാന് വേണ്ടത്. അതുകൊണ്ട് എന്റെ പൊന്നമോനെ ഇവനോട് പറ എന്റെ മോളെ കെട്ടാൻ. ഇവനോട് പറയാ എന്റെ മോളെ കെട്ടാൻ. ഞാൻ കെട്ടിക്കോളാം. ഞാനത് അങ്ങോട്ട് പറയായിരുന്നു അച്ഛാ. പന്ന നാറി ഇത്ര നേരം എന്റെ കൂടെ ഇത്രയും പ്രശ്നം ഇവിടെ നടന്നിട്ട് ആ പെൺകൊച്ചിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞോ? എന്നിട്ട് ഇനി എന്ന് പറയാൻ വേണ്ടി ഇരിക്കുക അച്ഛാ? ആ താലി കിട്ടെടുത്ത് അല്ലെങ്കിൽ ഈ കല്യാണം ഈ നാറി മുടക്കം.